നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നുപോകുന്നത്. കാര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണൊക്കെയാണെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കണ്ണൂരുകാർ ആർക്കും പിന്നിലല്ല. അവധൂതയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തലശ്ശേരി അമ്മയും മരുന്നിനൊപ്പം മന്ത്രവും വിൽക്കുന്ന ഉസ്താദും അമൃതാനന്ദമയി അനുകരിക്കുന്ന മണിമലർക്കാവിൽ അമ്മയുമൊക്കെ അന്ധമായ വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. തലശ്ശേരിയിലെ 3 വിശ്വാസ കേന്ദ്രങ്ങളിലേക്കാണ് കാണാത്ത കേരളം ടീമിൻ്റെ ഇന്നത്തെ യാത്ര. തലശ്ശേരി അമ്മയെന്ന സ്വാമി അമ്മയെ തേടിയാണ് ഞങ്ങൾ ആദ്യം പോയത്. ഒറ്റച്ചേലയും ചുറ്റി മുറുക്കാനും ചവച്ച് ലക്ഷ്യമില്ലാതെ നടന്നു നീങ്ങുന്ന വൃദ്ധ തലശ്ശേരിയിലെ റോഡുകളിൽ പതിവ് കാഴ്ചയാണ്. തലശ്ശേരി അമ്മയെന്നറിയപ്പെടുന്ന ഇവരുടെ യഥാർത്ഥ പേരോ നാടോ ആർക്കും അറിയില്ല. ടൗണിൽ തന്നെയുള്ള ഒരു വീട്ടിലാണ് അമ്മയുടെ വാസം. 10-30 വർഷം മുൻപാണ് അമ്മ ഈ വീട്ടിലെത്തിയത്. കർണാടകയിൽ എവിടെയോ നിന്ന് വന്നതാണെന്നു മാത്രമാണ് വീട്ടുകാർക്കറിയാവുന്നത്. അമ്മയെക്കുറിച്ച് ലീലാമൃതം എന്ന പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൃഹനാഥയായ ബീന. മുന്നേ ഒരു അവധൂത സ്വാമിജികൾ ഈ ഗൃഹത്തിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർവികൽപ്പ സമാധിക്ക് ശേഷമാണ് അമ്മ ഈ ഗൃഹത്തിലേക്ക് സ്വാമികൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അമ്മ കൂടെ വീട്ടിലേക്ക് വരാനുണ്ടെന്ന്. അമ്മ ഇങ്ങനെ അതേ സെയിം സ്റ്റേജിലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു ആളാണെന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇവർ കൂടുതലായിട്ട് അമ്മയുടെ അടുക്കുക നാദാപുരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ ഓണം വിഷു അങ്ങനെ കൊണ്ടുവന്ന് തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കും. പിന്നീട് ഒരു ദിവസമാണ് പെട്ടെന്ന് അമ്മ ഒരു ഇതുമാതിരി വീട്ടിലേക്ക് കടന്നു വരുന്നത്. എന്താണ് അമ്മയെന്നുള്ള ആരും ബ്രഹ്മവസ്തുവാണ് ഇതെന്നുള്ള ആർക്കും അറിയില്ല. സത്യത്തിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജിലുള്ള ഒരവസ്ഥയാണ് ഇവർ അവധൂതാവസ്ഥ. അതിന് മേലെ ഒരവസ്ഥയില്ല. സാക്ഷാത് ബ്രഹ്മവസ്തുവാണ്. അത് ആർക്കും അറിയില്ല. അമ്മയുടെ ഭക്ഷണകാര്യത്തിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ലഡുവാണ് ഏറ്റവും പ്രിയം. വിശ്വാസികൾ അമ്മയ്ക്ക് യഥേഷ്ടം ലഡു എത്തിച്ചു നൽകും. തുടർച്ചയായിട്ട് 4:30 വരെ കാലത്ത് 4:30 വരെ ചായ പറഞ്ഞിട്ടുണ്ട്. ചായ മെയിൻ ഭക്ഷണം. ലഡു 1 കിലോ തിന്നും. 1 കിലോ ലഡു ഒരു ദിവസം കഴിക്കും. അത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലഡു 2 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഛർദ്ദിക്കാൻ പറ്റും. അതിൽ 1 കിലോ ലഡു തിന്ന സമയങ്ങൾ എത്രയോ ഉണ്ട്. നാദാപുരത്ത് തലശ്ശേരി അമ്മയ്ക്ക് ആശ്രമം സ്ഥാപിച്ച് ആളുകൾ പൂജ നടത്തുന്നുമുണ്ട്. പലരും ഭക്തന്മാർ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ കവിളെന്ന് പറയുന്ന വെറ്റിലടക്ക, സാരി, ലഡു, പഴം അങ്ങനെയുള്ള എല്ലാം. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇതെല്ലാം വെക്കൂലേ സ്വർണ്ണ പ്രശ്നം അങ്ങനെയൊക്കെ വെച്ചിട്ട് അതിലൊരു ദക്ഷിണ പോലെ തന്നാൽ ഞങ്ങൾ അമ്മയുടെ സംഗതികൾക്ക് അമ്മയ്ക്കൊരു ആശ്രമമുണ്ട്. ആ ആശ്രമം എന്ന് പറഞ്ഞാൽ അവർ ഭക്തജനങ്ങൾ വെറുതെ എടുത്തിട്ട് കൊടുത്ത് അവരുടെ ഒരു പഞ്ചലോകത്തിൻ്റെ ഒരു പ്രതിമയായിട്ട് കോഴിക്കോട് റൂട്ടിൽ നാദാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഉണ്ട്.
അമ്മയ്ക്ക് ദൈവികമായ കഴിവുകളുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. തെരുവിലലയുന്ന അമ്മയെ ചിലർ വാഹനങ്ങളിൽ കയറ്റി സ്വന്തം വീടുകളിൽ എത്തിച്ച ശേഷം തിരികെ കൊണ്ടുവിടും. തലശ്ശേരി അമ്മ വീട്ടിലെത്തിയാൽ അത് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നാണ് ഇവരുടെ വിശ്വാസം. എത്ര കാലമായി ഇതേമാതിരി തന്നെ കാണുന്നു, ഒരു മാറ്റങ്ങളുമില്ല. എത്രയോ കാലമായി, 20 വർഷമായി നമ്മൾ കാണുന്നു, അതിലൊരു മാറ്റമില്ല. അന്ന് വന്ന മാതിരി തന്നെ ഇപ്പോൾ ഉണ്ട്. പല ദിക്കിലും ഇങ്ങനെ ഒരു വണ്ടിക്കാർ വന്നിട്ട് വീടുകളിൽ ഓളവിലും അങ്ങുമായി പല ദിക്കിലും കൊണ്ടു. വീട്ടിൽ കയറിയാലും ഒരു പ്രത്യേക ഒരു ഐശ്വര്യം എന്നാണ് പറയപ്പെടുന്നത്. പല ആൾക്കും അതിനെക്കൊണ്ട് ഗുണം കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മളെല്ലാം വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്കും അതേമാതിരി തന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് നല്ല പണിയും കാര്യങ്ങളിലും. തലശ്ശേരി അമ്മ ആരോടും സംസാരിക്കാറില്ല. എല്ലാവരും ഒന്നും വിളിച്ചാൽ വണ്ടിയിൽ കയറാറുമില്ല. തോന്നിയാൽ മാത്രം കൂടെ പോകും. അമ്മയുടെ കടാക്ഷം മതി തങ്ങളുടെ പ്രശ്നങ്ങൾ തീരാനെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. സാധാരണ ഭൗതിക ആവശ്യത്തിന് മാത്രമാണ് അമ്മേനെ പലരും കാണാൻ വരുന്നത്. അവർ വീട് വേണോ, അമ്മ വേണം, പണം നഷ്ടപ്പെട്ടു, അത് വേണം. പക്ഷെ അങ്ങനെയല്ല, അമ്മ ശരിക്കും എന്താണ് എന്ന് അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് അത് എനിക്കിപ്പോൾ ഞാനൊരു 10-40 കവിതകൾ എഴുതിയിട്ടുണ്ട്. പോകേണ്ട നിങ്ങൾ കാശിയിലും മുങ്ങിക്കുളിക്കേണ്ട നിങ്ങൾ സൗവർണികയിലും ആത്മീയ പ്രഭാവം ഉജ്ജ്വല തേജസ്സോടെ വിളങ്ങി നിൽക്കുമാണിവിടം. ഈ വൃദ്ധയെ കുമ്പിട്ട് തൊടാനും ആരാധിക്കാനും വിദ്യാസമ്പന്നരടക്കം നിരവധി ആളുകളുണ്ട്. ദിവസവും പലതവണ അമ്മ ടൗണിൽ കറങ്ങി നടക്കും. ഇടയ്ക്കു വീട്ടിലെത്തിയാലും അല്പം കഴിയുമ്പോൾ ഇറങ്ങി നടക്കും. ഇടയ്ക്ക് വാഹനമിടിച്ചു പരിക്കേറ്റെങ്കിലും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ അമ്മ സുഖപ്പെട്ടത്രേ. ഒരു അസുഖവും ഇല്ല. കാരണം എല്ലാത്തിനും അതീതരായിട്ട് വർത്തിക്കുന്ന ആൾക്ക് ഇവർക്ക് രോഗങ്ങൾ വരില്ല. വാരിയിൽ പൊട്ടിയിട്ടും കൈ പൊട്ടിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചികിത്സ എടുത്തിട്ടില്ല. തലശ്ശേരി അമ്മയെക്കുറിച്ച് ബിനീഷ് എന്ന യുവാവ് ഒരു ഡോക്യുമെന്ററിയും ഒരുക്കുന്നുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമായിട്ടുള്ളൂ. ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ, അമ്മേനെ വിശ്വാസമുണ്ട്. പൊതുവെ ദൈവ വിശ്വാസമുണ്ട്, അതിൽ കൂടി അമ്മേനെ പറ്റി നല്ല വിശ്വാസമാണ്. പ്രത്യേക പ്രാർത്ഥനയും ധ്യാനവും ഒന്നും തലശ്ശേരി അമ്മ നടത്താറില്ല. വിശ്വാസികൾ പറയുന്നത് പോലെ അമ്മ അവധൂതയാണെങ്കിലും അല്ലെങ്കിലും അവരെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവുമില്ല. ആളുകളുടെ ഭക്തി ഈ പാവം വൃദ്ധയെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്ന് മാത്രമാണ് സംശയം. മരുന്നിനൊപ്പം മന്ത്രവും അറിയുന്ന അബ്ദുൾ റഹീം ഉസ്താദിന്റെ അടുത്തേക്കായിരുന്നു അടുത്ത യാത്ര. പാരമ്പര്യ വൈദ്യനായ അബ്ദുൾ റഹീം ഉസ്താദ് നഗരമധ്യത്തിലുള്ള കുടുസുമുറിയിൽ വച്ചാണ് ചികിത്സ നടത്തുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ നിരവധി പേർ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഏറെയും സ്ത്രീകളാണ്. ഉസ്താദിനെ കാണണമെങ്കിൽ ടോക്കൺ എടുത്ത് കാത്തിരിക്കണം. ടോക്കൺ കൊടുക്കാൻ ഒരു സ്ത്രീയുണ്ട്. ഒടുവിൽ ഞങ്ങളുടെ ഊഴമെത്തി.
ഉസ്താദിന് ചികിത്സയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങളൊക്കെ ഭിത്തിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഉസ്താദ് മരുന്നിന് പുറമെ മന്ത്രവും അറിയുന്നയാളാണെന്ന് കേട്ടത് ശരിയാണോ എന്നറിയാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. ടൂറിന് പോയ വഴി പുഴയിൽ കുളിക്കാനിറങ്ങിയ ശേഷം കൂട്ടത്തിലൊരാൾക്ക് ഭയപ്പാടാണെന്ന് ഞങ്ങൾ കളവ് പറഞ്ഞു. പേരും നാളും ചോദിച്ചറിഞ്ഞ ശേഷം ഉസ്താദ് പേപ്പറിൽ എഴുതിക്കൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി. മുഹമ്മദ് നക്ഷത്രത്തിൽ ഈ ഉത്സവം എന്ന് പറയുന്ന നക്ഷത്രം ഉദിക്കുന്ന സമയമാണ്. വേറൊന്നുമില്ല, ഒന്നും എഫക്റ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ. ഇതിപ്പോ നക്ഷത്രത്തിന്റെ യോജിപ്പാണ്. അങ്ങനെയുണ്ട്. നിങ്ങളിപ്പോ അല്ലെങ്കിൽ കുറേ കാലം മുമ്പ് ഹാവായിച്ചെടുത്തത് സാധനങ്ങൾ കുഴിച്ചിട്ട് കൊല്ലുമ്പോൾ ശേഷം ഈ നക്ഷത്രം ആ നക്ഷത്രം യോജിക്കുന്ന ഒരാളെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നക്ഷത്രം ഉദിക്കുന്ന സമയത്താണെങ്കിൽ ആക്കിയത്. വീട്ടിലെ ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. വീട് പടവേരിലെ മുഹമ്മദ് അധ്യക്ഷനാക്കിയ വീടോ അതല്ല ഉമ്മാനിപ്പൻ്റെ അവകാശം കിട്ടിയ വീടോ? സ്ഥലം അവകാശം കിട്ടിയ വീട് നമ്മളെല്ലാവരും മക്കളും എല്ലാവരും കൂടി ഉണ്ടാക്കിയ. കേട്ടാ 4 കാര്യം പറയും. 1000 കിട്ടുമ്പോൾ 4000 ചെലവാകും. ഈ ഭൂമിന്റെ സിദ്ധത്ത വരും. പരസ്പരം സ്പരിശേഷ ഉണ്ടാവില്ല. സോക്കേട് വിട്ടുമാറുണ്ട്. ഒന്നിന്റെ മുന്നിൽ സോക്കേട്. പിന്നെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് ആണുങ്ങൾ റബ്ബർ പോയാൽ യാത്ര ചെയ്ത് പോയാൽ ഓനൊരു കുറ്റത്തിലായി വരും. അത് ചുറ്റുപാട് ഭൂമിയാകും. ഭൂമിയുടെ സർവേ നമ്പർ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സർവേ നമ്പർ വരുമ്പോൾ സർവേ നമ്പർ കൊടുക്കാം. ഇല്ലാത്ത അനുജനെ കാണാനില്ലെന്ന കളവും ഞങ്ങൾ പറഞ്ഞു. അനുജൻ കേരളത്തിൽ തന്നെ ഉണ്ടത്രേ. നിങ്ങളെ കാണാണ്ടായ സ്ഥലം മുതൽ 100 കിലോമീറ്റർ അപ്പുറമാണ് ആളുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ട്. ഉസ്താദ് എഴുതി തന്നത് നെറ്റിയിൽ കെട്ടിവെച്ച് കിടന്നാൽ പ്രശ്നങ്ങളെല്ലാം തീരും. ഒരാഴ്ച കഴിഞ്ഞ് അത് കത്തിച്ചു കളയണം. കൊറോണ സമയത്ത് ചെറിയ ടവല് പൊടിയ നെറ്റിക്ക് വെട്ടി കൊറോണ രാവിലെ കഴിച്ചെടുത്താണ്. ഇത് സൂക്ഷിച്ച് വെച്ച ഏതെങ്കിലും കാലത്ത് നിങ്ങൾ വരുമോ കൊണ്ടുവന്നാൽ ഞാൻ സർവേ നമ്പർ ഇട്ടാൽ പെട്ടെന്ന് ഉത്തരവ്. തലമുടി കുറവുള്ളവരെ കണ്ടാൽ ഉടൻ ഉസ്താദ് മുടി വളരാനുള്ള മരുന്ന് കൊടുക്കും. നീ മുടി കുറച്ച് വളരട്ടെ, ഈ എണ്ണ വാങ്ങിച്ച് കേട്ടാ. കടയിലുണ്ട്. പണി 2 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. സമയക്കുറവ് മൂലമാകും അദ്ദേഹം മരുന്ന് സ്വന്തം തലയിൽ പുരട്ടാറില്ലെന്ന് തോന്നുന്നു. തലശ്ശേരി നങ്ങാരത്ത് പീടികയിലുള്ള സിദ്ധാനന്ദാശ്രമത്തിലാണ് മണിമലർക്കാവിലമ്മ വാണരുളുന്നത്. സിദ്ധാനന്ദാശ്രമമാണ് മണിമലർക്കാവിലമ്മയുടെ കേന്ദ്രം. ആശ്രമത്തിലെ ഗുരു സമാധിയായതോടെ ശിഷ്യ ദീപ മണിമലർക്കാവിലമ്മയായി മാറുകയായിരുന്നു. വീടിനു സമീപം ചെറിയ ക്ഷേത്രവും ആശ്രമമെന്ന് പറയാവുന്ന കെട്ടിടവുമാണുള്ളത്. ജീവനക്കാരും ആശ്രമ നടത്തിപ്പുകാരുമൊക്കെ ഇവിടെയുണ്ട്. വിശ്വാസികൾ ഇവിടെയും കുറവല്ല. ചെല്ലുന്ന മുറയ്ക്കാണ് പ്രവേശനം. അമൃതാനന്ദമയിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിക്കുന്ന മണിമലർക്കാവിലമ്മയുടെ വേഷഭൂഷാദികൾ ആരെയും കവച്ചു വെക്കുന്നതാണ്. ഇരിപ്പിടം അതിനേക്കാൾ രസകരമാണ്. സ്വയം ദൈവമായി അവരോധിച്ചിരിക്കുന്നെന്ന് ഇവരുടെ ഇരിപ്പും ഭാവവുമെല്ലാം വ്യക്തമാക്കുന്നു.
പേരും വിവരങ്ങളും പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അമ്മ കണ്ടെത്തിക്കൊള്ളും. കുറച്ച് ഭസ്മമെടുത്ത് അതിൽ വിരലുകൊണ്ട് ചിക്കിച്ചു കഴിഞ്ഞാണ് മണിമലർക്കാവിലമ്മ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. 7 മാസമായിട്ട് ബുദ്ധിമുട്ടാണല്ലേ? 7 മാസത്തിന് മേലെയായി. ഞങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്ന് കളവ് പറഞ്ഞപ്പോൾ അമ്മ പലതും കണ്ടെത്തി. നിങ്ങളെ കൂടെ ഉണ്ടായ ഒരാൾ പിന്മാറിപ്പോയോ? ഉയരം കുറഞ്ഞ ഒരാളാണ് നിങ്ങൾക്ക് മാറിയത്? ഏകദേശം അവര് ഇതായിട്ട് പോയിട്ട് 1 വർഷം 3 മാസമായിട്ടുണ്ട്. അസ്വസ്ഥതയാണ് ഇപ്പൊ. പ്രത്യേകിച്ചും നിങ്ങളിപ്പോ ബിസിനസ്സിൽ ഇറങ്ങിയാൽ പോലും രണ്ടുപേരും അഭിപ്രായ വ്യത്യാസങ്ങൾ വരെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇല്ലാത്ത ബിസിനസ്സിന് സാങ്കല്പിക പാർട്ണർമാരെയൊക്കെ ഞങ്ങൾ സൃഷ്ടിച്ചു. അവരുടെ ശത്രുതയെക്കുറിച്ചൊന്നും പേടിക്കേണ്ട. മറ്റൊരു പക്ഷേ ഒരു 2 പേരാണ്, നടരാജനും ഒരു സുബേർന്ന് പറഞ്ഞു. അവര് വേറെ സ്ഥാപനം ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അടുത്ത കാലത്തായിട്ട്. അതിനുശേഷമാണ് നമുക്ക് കുറച്ച് ഭയങ്കരമായ ക്ഷീണം. ഈ നടരാജൻ എന്ന് പറഞ്ഞ ആളെങ്ങനെ? നടരാജന്റെ വീട്ടില് അമ്പലവും അങ്ങനെ സെറ്റപ്പൊക്കെ ഉള്ളത്. ഈ ചാത്തന്റെ എന്തെങ്കിലും ഉണ്ടോന്നോ? തോന്നുന്നു അവിടെ ഇതായിരിക്കും. 2 ഭാഗമായിട്ട് തടസ്സം കാണുന്നുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇയാള് മുഖാന്തരമുള്ള പ്രശ്നം. രണ്ടാമത് ഇങ്ങനൊരു വഴിപാട് വെച്ചിട്ടൊരു നിങ്ങളൊരു കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇത് രണ്ടും കാണുന്നുണ്ട്. അന്ന് നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു 9 നാണയം ഓരോ രൂപയുടെ പ്രാർത്ഥിച്ചിട്ട് നല്ലോണം ഭദ്രമായിട്ട് വെച്ചിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞാൽ എവിടെയും അടുത്ത് ചാത്തന്റെ പ്രതിഷ്ഠയെല്ലാം കൊണ്ട് കൊണ്ടുപോയി. കൂട്ടത്തിൽ വിവാഹം കഴിക്കാത്തയാൾ തന്റെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് കളവ് പറഞ്ഞപ്പോൾ അതിന്റെ കാരണങ്ങളും അമ്മ കണ്ടെത്തി. കൂടുതലും അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം നിങ്ങളെ വീടിന്റെ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാട്ടേക്ക് ഒരു വരവ് പോകുന്നുണ്ട്. ഇത് റാന്തൽ വിളക്ക് കൊടുത്തിട്ട് ഒരു നമ്പൂതിരിയാണ് കാണുന്നത്. ഇത് വശത്തായിട്ട് ഉണ്ടാവുക. പടിഞ്ഞാറ് ഭാഗം തീരെ വശത്ത്. മാനസിക രോഗത്തിനു മരുന്ന് കഴിക്കുന്ന ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് അമ്മ അനുഗ്രഹിച്ചു. എത്രാമത്തെ മാസത്തിൽ ഒരു പ്രശ്നമുണ്ടാവില്ല. ഞാൻ പറയുന്ന 2 കാര്യം ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾ ഉടൻ മറ്റൊരു നമ്പർ ഇറക്കി. കുഞ്ഞിന്റെ ആന്തരികാവയവങ്ങൾക്ക് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ വ്യക്തമായെന്നും ഒഴിവാക്കാനാണ് ഡോക്ടർമാർ പറയുന്നതെന്നും വെച്ചുകാച്ചി. ഗട്ടിലായ അമ്മ ഉടൻ തന്നെ മലക്കം മറിഞ്ഞു. ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടിയായ പോലെ ഇത് നിങ്ങൾ എടുത്തു കളയും. നിങ്ങൾക്കൊരു അപ്രിയാണ്. ഞാൻ നിങ്ങളോട് ധൈര്യമായിട്ട് അത് കുഴപ്പമില്ല, എന്നിട്ട് കുട്ടി ഒരു ബുദ്ധിമുട്ടിലാണ്ട് ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായൂരപ്പന് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പറയാം. പക്ഷെ ഇവർക്ക് ധൈര്യമില്ല. ഡോക്ടർ പറഞ്ഞത് ഈ ആന്തരികങ്ങളൊക്കെ ചിലപ്പോൾ ഒന്നിച്ചൊക്കെ വരത്തില്ലേ, എല്ലാം കൂടി അങ്ങനെ അതിനെ എനിക്ക് തോന്നുന്നില്ല. മലദ്വാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ രണ്ടുമാണ്, മലദ്വാരം പാടും. എന്തായാലും മണിമലർക്കാവിലമ്മ തരുന്ന ഭസ്മം പേഴ്സിൽ സൂക്ഷിച്ചാൽ പിന്നെ വച്ചടി കയറ്റമായിരിക്കും. ഇത് ഭദ്രമായി നിങ്ങൾ സൂക്ഷിക്കാം. ബിസിനസ്സിന് 2 പേർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഒരു 5 മാസം കഴിഞ്ഞാൽ ഇതിന്റെ അഭിവൃദ്ധി ഒന്ന് പറയാം കേട്ടോ. അതിന്റെ ദോഷങ്ങൾ മാറിക്കോളും. അവന്മാര് പിന്മാറാനോ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് എന്തെങ്കിലും ഞമ്മളെ നടരാജൻ എന്ന് പറഞ്ഞാൽ കൊണ്ടാണ് ബുദ്ധിമുട്ട്. അവര് കംപ്ലീറ്റ് പോയിക്കോട്ടെ. 2 പേരും ഒഴിഞ്ഞു പോട്ടെ. നിങ്ങൾ 2 പേരും 1.5 മാസം കൊണ്ട് അവർ പോയി. ഇല്ലാത്ത ഭാര്യയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അമ്മ തരുന്ന ഭസ്മം അവർ കുളിക്കുന്ന വെള്ളത്തിൽ കലക്കിയാൽ മതി. കുറച്ച് ഭസ്മം കുടിക്കുന്ന വെള്ളത്തിലും കലക്കണം. ഇത് കുളിക്കുന്ന വെള്ളത്തില് അപ്പൊ ആരെ നിങ്ങളെന്നെ നിർബന്ധിച്ച് ചെയ്യിക്കും. അവരങ്ങനെ നിർബന്ധമായിട്ട് അവര് വരില്ല. ഒരു ദിവസം എനിക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുളിക്കുന്ന വെള്ളത്തിലാണ്. മാറിപ്പോലെ 1/2 ഗ്ലാസ് കിണറ്റിന്ന് വലിച്ച വെള്ളം എടുക്കുക. എന്നിട്ട് 3 തുളസി ഇലയിട്ട് ഇതും ഒരു ഉള്ളി ഇട്ടിട്ട് കുടിക്കാൻ പറ്റും.
ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നാൽ ദേഹത്തുള്ള ദുഷ്ടശക്തികളെ ചന്ദനക്കഷ്ണത്തിൽ അമ്മ ആവാഹിച്ചു തരും. ചന്ദനക്കഷ്ണം കൂടി കൂട്ടത്തിൽ കരുതണമെന്ന് മാത്രം. അങ്ങനെ നിങ്ങൾ അവരെയും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത്ര കഷ്ണം ചന്ദനത്തിലെ കഷ്ണം, ചെറിയ പൊളുക്ക പോലത്തെ കഷ്ണം, ഇത്ര കഷ്ണം ഉണ്ടാവും ചന്ദന കഷ്ണം. അപ്പൊ അതില് ആവഹിച്ചിട്ട് അവിടെ സമർപ്പിച്ചാൽ മതി. ഗുരുവായൂരോ അതേപോലെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ മതി. ഒന്നും പറ്റിയില്ലെങ്കിൽ കടലിൽ ഒഴിച്ചിട്ടാൽ. നിർദോഷിയായ തലശ്ശേരി അമ്മയെ ഉപയോഗിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. എന്നാൽ ഇല്ലാത്ത ദിവ്യശക്തി ഉണ്ടെന്ന് നടിച്ച് മണിമലർക്കാവിലമ്മയെന്ന ദീപ തട്ടിപ്പാണ് നടത്തുന്നതെന്നതിൽ സംശയമില്ല. അവകാശപ്പെടുന്നതിൻ്റെ ഒരംശമെങ്കിലും ദിവ്യത്വമുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാനാകുമായിരുന്നു. വടക്കൻ കേരളത്തിൽ വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമ്മ ദൈവത്തിന് ആരാണ് മൂക്കുകയറിടുക? അടുത്തയാഴ്ച വീണ്ടും കാണാം.